ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പൊ നമ്മളിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ സ്പോഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുകയും ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് അല്ലാതെ വീട്ടിൽ നിന്ന് ചുമ്മാ 4 മണി പലഹാരമായിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ടൈപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ കേക്ക്. കണ്ടോ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ടും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക് കേക്ക്. ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് 1 കപ്പ് മൈദ, 4 മുട്ട, 1/2 കപ്പ് നമ്മുടെ കൊക്കോ പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെന്താ നമ്മുടെ എസൻസ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളതാ ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ മുട്ട പൊട്ടിച്ചിട്ട് മഞ്ഞക്കുരുവും വെള്ളക്കുരുവും മാറ്റി മാറ്റി എടുക്കാവേ. ഓനോ പൊടി വീണു. മുട്ടയ്ക്ക് പണ്ടത്തെ പോലെയല്ല, നല്ല ആരോഗ്യം. നേരത്തെ മുട്ടയൊക്കെ തൊട്ടാ പൊട്ടുമായിരുന്നു. ഇപ്പോഴത്തെ മുട്ട തൊട്ടാ പൊട്ടുന്നില്ല. ഈ മുട്ടയുടെ മഞ്ഞക്കുരു പോകുന്ന വിചാരിച്ച് ഞാൻ പതുക്കെ എടുക്കണമെന്നാണോ എന്ന് അറിഞ്ഞൂടാ. വരുന്നില്ല. മഞ്ഞക്കുരു വേറെ മറ്റു എടുത്ത് മാറ്റാം. മഞ്ഞക്കുരു വേറെ വെള്ളക്കുരു വേറെ ആയിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ഗൈസ്. ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ എടുത്ത് മാറ്റണം. അത് നമ്മൾ മുട്ടയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും വീഴും. കുരുവും അതിൻ്റെ പേരെന്താ, ഇതൊക്കെ പൊടിയൊക്കെ വീഴും. നമ്മൾ അതിങ്ങനെ ഒരു വെള്ളം ഒരു കുത്ത് ഇങ്ങനെ പതുക്കെ എടുത്ത് മാറ്റണം. അത്രേ ഉള്ളൂ, സിമ്പിൾ മാറ്റർ. വേണ്ട മഞ്ഞക്കുരു പൊട്ടി അതിനിടയ്ക്ക്. അപ്പൊ നമ്മള് അടുത്ത മുട്ടയുടെ മഞ്ഞക്കുരു എടുക്കുകയാണ് ഗൈസ്. മഞ്ഞക്കുരു ഇതിലോട്ടിടുക. അയ്യോ, തോട് കുഴപ്പമില്ല കേട്ടോ. മുട്ട നമ്മള് മുട്ട നമ്മളെ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് പേടിക്കണ്ട. അതിലും ഒരു മുട്ടയുടെ തോട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മുട്ടയുടെ തോട് കഴിഞ്ഞാലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിന് കുരവരാന്ന് കുത്തും. നമ്മൾ 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാതെ 4ാമത്തെ മുട്ടയാണ്. 4ാമത്തെ മുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിലോട്ട്, ഈ മഞ്ഞക്കുരുവിലോട്ട് നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളത്തിലോട്ട് ആ 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓക്കെ,
നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പൊ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ ക്രീമി പോലെ ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഈ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്കിനി ബീറ്റ് ചെയ്യാം. ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പോഞ്ച് കേക്കാണ്. കേക്ക് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ആ സ്പോഞ്ച് വെച്ച് എല്ലാവർക്കും ഏത് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഉണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മഞ്ഞക്കുരു ചേർത്ത് കൊടുക്കാം. മഞ്ഞക്കുരുവും കൂടെ ഇട്ട് ബീറ്റ് ചെയ്യുവാണേ. മഞ്ഞക്കുരുവും കൂടെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രീമി ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് അറിയാമോ, മാവ് അരിച്ചെടുക്കണം. നമ്മുടെ മാവിട്ടു, കൊക്കോ പൗഡർ ഇട്ടു, ബേക്കിംഗ് പൗഡർ ഇട്ടു, നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ മൊത്തം നമുക്കിങ്ങനെ ആക്കിയെടുക്കണം. ഇതുപോലെയുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഉടച്ചു വിട്ട് കൊടുക്കണം. ഇത് 2-3 തവണ ഇതുപോലെ അരിച്ചെടുക്കണം, എന്നാലേ മിക്സ് ആവുള്ളൂ. ഇനി നമുക്കിതാ ഈ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാതെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് മാവ് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ബീറ്ററിൽ തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കുറേശ്ശെ ആയിട്ടിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം. 2-3 സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ലാസ്റ്റ് ഇത്രയും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
നമുക്ക് ആ ബീറ്റർ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടേ, കാണുന്നുണ്ടോ? ഈ ടൈപ്പ് ആകുമ്പോൾ നമുക്കത് ഇതിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ചോക്ലേറ്റ് ആയിട്ടുണ്ട്. ഈ ഞാൻ വേറെ കളറ്, ഫുഡ് കളർ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ചേർത്തിരുന്നെങ്കിൽ ക്യാമറയിൽ കൂടെ നല്ല കളർ കിട്ടിയേനെ. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ടിന്നിലോട്ട് മാറ്റാം. ബാറ്റർ ഒഴിക്കുകയാണ് കേക്ക് ടിന്നിലോട്ട്. ബാറ്ററെല്ലാം വൃത്തിയായിട്ട് ഒഴിക്കുക. അപ്പൊ നമ്മളെ ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത്പിക്കോ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് അതായത് ഇങ്ങനെ ആക്കി കൊടുക്കണേ. അപ്പൊ എല്ലാം ഒരേ സ്ഥലത്തെത്തും, മാവെല്ലാം ഒരേ സ്ഥലത്തെത്തും. പിന്നെ എന്തെങ്കിലും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവും. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കാതെ ഇനി നമുക്ക് നമ്മുടെ ഓവനിലോട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്നാവട്ടെ. ആയി കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വരയ്ക്കണം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാവേ. നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കാണ്. അതാ സ്പോഞ്ച്, നല്ല സ്പോഞ്ച് കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്ക് പറ. അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ രണ്ടാക്കി എടുത്ത് കാണിച്ചു നോക്കണം. അങ്ങനല്ല, മുറിച്ച് ഇങ്ങനെ എടുത്ത് കാണിച്ചു. ഇതാ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.